ട്രെയിൻ യാത്രയ്ക്കിടെ വർക്കലയിൽ വെച്ച് നടന്ന അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ തുടർ ചികിത്സയ്ക്കായി സർക്കാരും റെയിൽവേയും അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് യുവതിയുടെ മാതാവ് പ്രിയ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2025 നവംബർ 2 എറണാകുളത്ത് നിന്നും വർക്കലയിലേക്ക് കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. വഴി തടസ്സപ്പെടുത്തിയ മദ്യപനായ യുവാവിനെ ചോദ്യം ചെയ്തതോടെ യുവതിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. നെടുമങ്ങാട് പാലോട് സ്വദേശി ശ്രീകുട്ടിയാണ് അക്രമത്തിന് ഇരയായത്. ശ്രീകുട്ടിയുടെ ചികിത്സ ഞങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞ ഗവൺമെന്റിനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ എവിടെയാണെന്നോ അല്ലെങ്കിൽ അവിടെ ഏത് ആശുപത്രി ഉണ്ടെന്നോ ഒരു ഗവൺമെന്റ് അന്വേഷിച്ചു വന്നിട്ടില്ല. എനിക്ക് ചോദിക്കാൻ ഒരു ചോദ്യമാണ്, അത് ഗവൺമെന്റിനോടാണോ? എനിക്ക് പറയാൻ ഞാൻ പറയാണ്, ഇപ്പം എന്റെ കുട്ടിക്ക് അങ്ങനെ ഒരു സംഭവം വന്നു, അവള് വീണ്, അവൾ എനിക്ക് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് എല്ലാം എന്റെ അടുത്ത് വരും, ആശ്വാസമാക്കി എന്റെ അടുത്ത് നിന്ന് പറയും. എന്നിട്ട് ചിലപ്പോൾ നഷ്ടപരിഹാരം പറഞ്ഞ് കുറച്ച് ക്യാഷ് തന്നിട്ട് അത് പറ്റിപ്പോയി നിങ്ങൾ ഇനി അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറയും. പക്ഷെ എന്റെ ചോദ്യം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഇപ്പൊ അവൾ ജീവനോടെ ഉണ്ട്, അവൾക്ക് ഇവിടെ ചികിത്സ വേണം, അവൾക്ക് നല്ല ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഓക്കെ പഴയതുപോലെ ആവും. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഇപ്പോഴല്ലേ പൈസയുടെ ആവശ്യം, അല്ലെങ്കിൽ ഇപ്പോഴല്ലേ എനിക്ക് സഹായത്തിന്റെ ആവശ്യം, ഇപ്പം തരാതെ അവർ ഇനി എപ്പോഴാണ് തരുന്നത്? അപ്പൊ അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ട് കൊണ്ടുവന്ന് കുറച്ച് കാശ് തന്നിട്ട് അത് നിങ്ങൾ വെച്ചോന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി കൊടുക്കാനായത്? ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത ശ്രീകുട്ടിക്ക് ചികിത്സയ്ക്ക് ശേഷവും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിച്ചിരുന്നില്ല. ഓർമ്മശക്തിയെയും കാഴ്ചശക്തിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. നിലവിൽ എടപ്പാളിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലാണ് തുടർ ചികിത്സ നടക്കുന്നത്. റെയിൽവേ അധികൃതർ ചികിത്സയ്ക്കായി ഒരു തുക നൽകിയെങ്കിലും അത് അപര്യാപ്തമായിരുന്നു. നഷ്ടപരിഹാരത്തിന് വക്കാലത്ത് നൽകാനാവശ്യപ്പെട്ട് കൈയൊഴിയുന്ന സമീപനമാണ് റെയിൽവേ സ്വീകരിച്ചത്. ഭീമമായ തുക കടത്തിലായിക്കൊണ്ടാണ് കുടുംബം നിലവിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റെയിൽവേ അധികൃതരിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാര തുക ലഭ്യമാക്കണമെന്നും തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നും കുടുംബം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. യുവതിയുടെ മാതാവ് പ്രിയയ്ക്കൊപ്പം വിമൻ ജസ്റ്റിസ് സംസ്ഥാന അധ്യക്ഷ VA ഫായിസ, ഉപാധ്യക്ഷ സഫിയ ഇക്ബാൽ, ജില്ലാ അധ്യക്ഷ ബുഷറ അരീക്കോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.